അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമാണ്. നമ്മളിന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഹലോ, അപ്പോൾ ഊട്ടി റൈഡിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. അങ്ങനെ ഇനി വല്ലതും കഴിക്കണം പോകുന്ന വഴിക്ക്. നമ്മളപ്പോൾ റിട്ടേൺ പോകുന്ന വഴിയാണ്. ഈ പോകുന്ന വഴി എവിടെയെങ്കിലുമൊക്കെ കയറണം നിൽക്കണമെന്നൊക്കെ ഉണ്ട്. അങ്ങനെയല്ല, എന്തെങ്കിലും വ്യൂ പോയിൻ്റ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് അതുപോലെ വല്ലതും കഴിച്ചിട്ടൊക്കെ പോകണം. ഇതിൽ വിശ്വാസ് ബ്രോ നേരെ പാലക്കാട് വീട്ടിലോട്ടാണ് പോകുന്നത്. ഞാനും രാഹുൽ ബ്രോയും നേരെ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകും. നമ്മളങ്ങനെ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ റൂട്ട് ഇത്രയും നേരം ഭയങ്കര ബമ്പി റൂട്ടാണ്. ഇനി അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടെന്നില്ല, ഇവരിടയ്ക്ക് പാച്ച് വർക്ക് ചെയ്ത് വെച്ചിരിക്കുക, പ്രോപ്പറായിട്ട് ടാർ ചെയ്യുന്നതിന് പകരം. പിന്നെ കട്ടേഴ്സും ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ ഒരു റെയിൽവേ ട്രാക്ക്. അത് എന്താ പറയുക, എനിക്കൊന്ന് നമ്മുടെ ടോയ് ട്രെയിനിൻ്റെ സംഭവം തോന്നുന്നു. കാരണം നടുക്ക് ഒരു ഇതുണ്ടെന്നേ ഉള്ളൂ. കണ്ടോ, നടുക്കൊരു ചെയിൻ ഡ്രൈവ് പോലെ ഒരു സാധനമുണ്ട്. ആ വ്യൂ ഒന്ന് നോക്കി, എൻ്റെ മുന്നേ ഒരു രക്ഷയില്ല, മാരക സാധനം. നമ്മൾ കുന്നൂർ കഴിഞ്ഞിട്ട് ഇറങ്ങുവാണ്. എന്ത് രസമാണെന്ന് അറിയാം വ്യൂ കാണാൻ. നമ്മൾ അങ്ങുന്നുള്ള റോഡുകളെല്ലാം കാണാൻ നോക്കും. കുറേ മലനിരകളും അവിടെ എല്ലാം ഉള്ള റോഡുകളും വഴികളും. ഇവിടെ നോക്കുമ്പോൾ ചെറിയ ചെറിയതായിട്ട് ഇങ്ങനെ വണ്ടികൾ പോകുന്നതും കാണാം. നോക്കിക്കേ, ആ പൂ ഇങ്ങനെ പൂത്തിരിക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ട്. കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നല്ല രസമുണ്ട് അത് പൂത്തിരിക്കുന്നതാണ്. കാരണം നമ്മൾ വന്ന വഴി തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ചകളൊന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു വേറെ വഴിയുണ്ടെങ്കിൽ നമുക്ക് വന്ന വഴി ചൂസ് ചെയ്യാതെ മറ്റൊരു വഴി ചൂസ് ചെയ്ത് വേണം നമ്മൾ റിട്ടേൺ പോകാൻ. അതാകുമ്പോൾ നമുക്ക് ആ യാത്ര വർത്തിയാവും. ഇവിടെ മൊത്തം ഇങ്ങനെ പൂത്ത് വയ്ക്കുക. നല്ല രസം അത് കാണാൻ. അപ്പുറത്ത് കൊക്കയ്ക്ക് നല്ല താഴ്ച. എൻ്റെ മോനെ ആ വ്യൂ നോക്കി, ആ എന്താ ഭംഗി. നമ്മളിപ്പോൾ അങ്ങനെ മേട്ടുപ്പാളയത്ത് എത്താറായി. അവിടുന്ന് വിശ്വാസപുരം റൈറ്റ് തിരിഞ്ഞു പോകും. ഞങ്ങൾ രണ്ടും തിരിച്ച് ഹൊസൂറോട്ട് പോകും. അതാണ് പ്ലാൻ. ഇത്ര നേരം വലിയ കുണമൊന്നും ഇല്ലാത്ത വഴിയായിരുന്നു, പക്ഷേ ഇനിയും നല്ല റൂട്ടാണ്. നല്ല കണ്ടില്ലേ ഇത്ര നേരം. പക്ഷെ ഭയങ്കര ബമ്പി, ഓർക്കപ്പുറത്ത് പോട്ട് ഹോൾസും ഒക്കെ ഉള്ളൊരു വഴിയായിരുന്നു. ഇപ്പോൾ ഏതായാലും നല്ല റൂട്ടായി. അതിൻ്റെ കൂടെ ചുരം ആവുന്നതുകൊണ്ട് വേറെ വണ്ടികൾ നമുക്ക് സൈഡും തരത്തില്ല. അങ്ങനെ കുറച്ച് ഡിലേ ആയി ഞങ്ങൾ. ഇപ്പോൾ ഓൾമോസ്റ്റ് 12:30 ആയി. ഇപ്പം നമുക്ക് ചൂടടിക്കുന്നുണ്ട്. ഒന്നാമത് സമ്മർ സീസണാണ്. വണ്ടി ഓടുമ്പോൾ കുഴപ്പമില്ല, നിർത്തുമ്പോഴൊക്കെ ഉഷ്ണിക്കും നമുക്ക്. നല്ല ഭംഗിയുണ്ട് ഈ ഏരിയ കാണാൻ. കണ്ടില്ലേ,
ഇവിടെ ഒരു കുളിർമയൊക്കെ തോന്നുന്നുണ്ട്. നല്ല രസമുണ്ട് ഈ മരമൊക്കെ. അതുപോലെ നമ്മുടെ ആളിൽ ഇങ്ങനെയുള്ളതെല്ലാം വെട്ടിക്കളയും. അങ്ങനെ ഹൈവേയിലൊന്നും അങ്ങനെ കൊണ്ട് വെക്കാറില്ല, കുറവാണ്. അല്ലെങ്കിൽ നമ്മളെ ചെറിയ റോഡൊക്കെ ആയിരിക്കണം. ബാക്കി ഇങ്ങനെ മരമൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഉടനെ വെട്ടിക്കളയും. ഇത് മഴക്കാലത്ത് ഇച്ചിരി റിസ്ക് ആണെങ്കിലും അതുകൊണ്ടില്ല, ഇങ്ങനെ ചൂടുള്ള സമയത്തൊക്കെ നമ്മൾ ഇതിൻ്റെ അടിയിൽ കൂടെ പോകുമ്പോൾ ഒരു ആശ്വാസമാണ്. ഞങ്ങൾ വേണ്ടി ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. പക്ഷേ ഭയങ്കര റേറ്റാണ്. റേറ്റ് എന്ന് വെച്ചാൽ റേറ്റിനുള്ള സാധനമൊന്നും അതിനകത്തില്ല, അതാണ് പ്രശ്നം. പിന്നെ നമുക്കിനിയും ഇവിടെ ഇത് കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടു കൂട്ടർ സ്പ്ലിറ്റ് ആവുന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് കഴിച്ചത്. കുഴപ്പമില്ലാത്ത റേറ്റുള്ള കടയാണ്. എന്ന് വെച്ചാൽ അതിന് റേറ്റിനുള്ള ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ക്വാണ്ടിറ്റിയും കുറവാണ്. ഒരു ഫുൾ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ പീസുള്ള ചിക്കൻ മാത്രമേ തന്നുള്ളൂ. നല്ല റേറ്റും ഉണ്ട്. നമ്മളിപ്പോൾ മേട്ടുപ്പാളയത്താണുള്ളത്, മേട്ടുപ്പാളയം ടൗണിൽ. ഇവിടെ നമ്മൾ ലെഫ്റ്റ് പോകും. രണ്ട് സൈഡിലും വാഴകളും ഒക്കെയാണ് നട്ടിരിക്കുന്നുണ്ടോ. പക്ഷെ ഭയങ്കര ഉഷ്ണമുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല ചൂട്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ഇവിടെ. മേട്ടുപ്പാളയം കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിൽ കൂടെ പോകുന്നൊരു റൂട്ടാണിത്. കോയമ്പത്തൂരോട്ട് ഈറോഡിലോട്ടൊന്ന് ടച്ച് ചെയ്യാതെ അതിന് ഇപ്പുറത്തോടൊരു വഴിയുണ്ട്, ആ റൂട്ടാണ്. നല്ല ചൂടുണ്ട് ഇവിടെ. പക്ഷെ ആകെയുള്ളൊരു ആശ്വാസം ഇങ്ങനെ മരം നിൽക്കുമ്പോഴാണ്. ഫുള്ള് തരിച്ച് നിലം പോലെ. ഇത് ഇപ്പുറത്ത് ഈ കാടാണ്. ഇവിടെ എലിഫൻറ്റ് സോൺ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഉള്ളിലായിരിക്കും കാട്. എന്തോരം വാഴയാന്ന് നോക്കിയാൽ രണ്ട് സൈഡിലും ഫുള്ള് ഇവർ നട്ട് വെച്ചിരിക്കുന്നത്. ഈ ഉണക്കൽ വെള്ളമൊക്കെ വെച്ചില്ല ഇതൊക്കെ ഉണങ്ങിപ്പോകുന്നൊരു സംശയം. മൊത്തം വാഴ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം. ഈ കിടക്കുന്ന റോഡുണ്ടോ, ഒന്ന് നീണ്ടു കിടക്കുവാണ്. ഭയങ്കര ഡെസേർട്ട് ഏരിയ. അപ്പുറത്തും ഇപ്പുറത്തും ഒന്നുമില്ലാതെ കുറച്ച് കാടും. ഒറ്റവരി പാതയാണ്, പക്ഷെ അതിങ്ങനെ നല്ല രസമുണ്ട് ഇതൊരു പാൻ. പക്ഷേ വെയിലുണ്ട് ഇവിടെ. ചൂട് കുറവ്, ചൂടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. വണ്ടി ഓടിക്കുന്നതുകൊണ്ട് അറിയാത്തതാ. അന്തരീക്ഷത്തിൽ ചൂടുണ്ട്. എലിഫൻറ്റ് ക്രോസിംഗ് സോണെന്ന് എല്ലായിടത്തും ബോർഡ് കൊടുത്തിട്ടുണ്ട് നമ്മൾ, പക്ഷേ ഇതിനൊന്നും കണ്ടില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം ഇതിപ്പം നല്ല ഉച്ച സമയമല്ലേ, ഇപ്പോൾ ഉണക്കായുണ്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് നല്ല ഭംഗിയായിരിക്കും റൂട്ട് വരാൻ. ഫുള്ള് പച്ച മയത്തിൽ. ഇവിടെ ആരോ വെള്ളത്തിൽ ചാടിയെന്ന് പറയുന്നു കേസ്. ആൾക്കാർ ഇതുകൊണ്ട് ഇവിടെ ഇറങ്ങിയൊക്കെ നോക്കുക. ഇതൊന്നും നോക്കിക്കുക, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. വാഴകളും തെങ്ങുകളും ഇവിടെ നിൽക്കുന്നതാണ്. അയ്യോ, കളവണ്ടി. നമ്മളങ്ങനെ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന വിയറ്ററയുടെ ട്രെയിൽ ബാഗ്. ഞാനത് പറഞ്ഞായിരുന്നല്ലോ, ഇത് 68 സ്പോർട്സ് ബൈക്കിനൊക്കെ നല്ലൊരു സാധനമാണ്. 68-നായാലും ഇപ്പോൾ R5-നായാലും അങ്ങനെയുള്ള ബൈക്കുകൾക്ക്. ഇപ്പോൾ വേറെ മൗണ്ടിന് വേറെ എക്സ്ട്രാ ഫിറ്റിങ്സ് വേണ്ടി വരുന്ന ബൈക്കുകൾക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ്. ലൈറ്റും ആയിരിക്കും. നമുക്കിത് പുറകിൽ ഇരിപ്പുണ്ടെന്ന് പോലും അറിയത്തില്ല. ഭയങ്കര നിമ്പിളായിരിക്കും. ചെറിയ ചെറിയ ലഗേജ് ഉണ്ടെങ്കിൽ ഇത് പറ്റത്തുള്ളൂ കേട്ടോ. അത് വലിയ വലിയ ഇപ്പോൾ എൻ്റെ ക്ലോത്ത്സ് ഒക്കെയാണ് ഞാൻ ഇതിനകത്തുള്ളതുള്ളൂ. അതാകുമ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് എനിക്ക്. ഇനി ഓൾമോസ്റ്റ് 250 കിലോമീറ്റേഴ്സ് എന്തോ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം.
നമ്മളിപ്പം ഓൾമോസ്റ്റ് നല്ല ദൂരം കവർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നാഷണൽ ഹൈവേ 544 കയറാൻ പോവാണ്. ഇത് മേട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന റൂട്ടാണ്. എനിക്ക് തോന്നുന്നു അതാണ് മേട്ടൂർ ഡാം എന്ന്. കാണുന്നുണ്ടല്ലേ, ആ കാണുന്നതാണ് മേട്ടൂർ ഡാം. ആ ഫാക്ടറികൾ കാണുന്നത് തെർമൽ പവർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ എന്തോ ഒരു പുഴ എന്തോ ഉണ്ട്, പക്ഷേ കുറേയൊക്കെ വറ്റി വരണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ചെന്ന് കയറുന്നത് വേറെ ഹൈവേയിലോട്ടാണെന്ന്. ആ ഹില്ലിൻ്റെ മേളിൽ ഏറ്റവും മേളിലൊരു ബിൽഡിങ് കണ്ടോ. ഞങ്ങൾ ഈ റൂട്ടിൽ വന്നിട്ടൊന്ന് വെള്ളം കുടിക്കാൻ നോക്കിയിട്ട് കടകൾ കുറവാണ്. അതുപോലെ പുള്ളിക്ക് കരിക്ക് കുടിക്കണമെന്ന് പറഞ്ഞു, പക്ഷെ കരിക്ക് ഒരിടത്തും കാണുന്നില്ല. പകരം തണ്ണിമത്തം കുറേ ഇടത്ത് കാണുന്നുണ്ട്. അല്ലെങ്കിൽ കിട്ടുന്നിടത്ത് എവിടെയെങ്കിലും വെള്ളം കുടിക്കാൻ നിർത്തണം. ഈ ചൂടാണ്ട് പെട്ടെന്ന് നമ്മൾ ഡീഹൈഡ്രേറ്റ് ആവും. റോഡ് ഒരുപാട് അത്ര ലെവലല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടോ ഇവിടെ പാച്ച് വർക്കൊക്കെ ചെയ്തതിൻ്റെ ഹമ്പൊക്കെ ഉണ്ട്. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴൊക്കെ സ്ഥിരം കാണുന്ന ഗാർഡ് സെക്ഷനാണ്, ഫോറസ്റ്റിനുള്ളിൽ കൂടെ ഉള്ളത്. എപ്പോഴും സൈഡിൽ ഇങ്ങനെ മങ്കീസൊക്കെ വന്നിരിക്കുന്നത് കണ്ടില്ലേ. ഇവിടുത്തെ മെയിൻ ഒരു ഇഷ്യൂ ഇവന്മാരാണ്, ഈ ലോറിക്കാര. ഇവർ തോന്നുന്ന പോലൊക്കെയാണ് പോകുന്നത്. എത്താറാവുന്നുണ്ട്. ഇനി ഒരു 100 കിലോമീറ്റർ കാണും. അപ്പം ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ജസ്റ്റ് റൈഡ് നമ്മൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു 2 ഡേ റൈഡ് പോകണമെന്ന്. ഇതല്ലാതെ നമ്മൾ സ്ഥലം കാണാൻ വേണ്ടി പോയതല്ല. പിന്നെ ഞാൻ ആ റൂട്ട് എക്സ്പ്ലോർ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഊട്ടി ചൂസ് ചെയ്തതാണ്. അതും അല്ലാതെ നമ്മൾ സ്ഥലം കാണാനും അവിടുത്തെ ഇതിനു വേണ്ടിയൊന്നും പോയതല്ല. മെയിൻലി നല്ല റൂട്ടാണ് പറഞ്ഞ് കേട്ടുകൊണ്ട് ഞാൻ പോയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവഴി എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.